ലോകത്തെവിടെയും ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ താങ്ങി നിർത്തിയിരുന്നത് വ്യവസായ ഭീമന്മാരാണ്. ഇന്നത്തെ വൻ വ്യവസായ ഭീമന്മാരിൽ പലരും ഹിറ്റ്ലറുടെ പിന്നിൽ അണിനിരുന്നവരാണ്. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ആ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് നരേന്ദ്രമോദിയുടെ ഭരണകാലവും കാട്ടിത്തരുന്നത്. 2016 ജർമ്മൻ കമ്പനി BMW ഹിറ്റ്ലറുടെ ക്രൂരതകൾക്ക് കൂട്ടുനിന്നതിന് ക്ഷമാപണം നടത്തിയതോടെയാണ് ഫാസിസ്റ്റ് ശക്തികളും മുതലാളിമാരും ചരിത്രത്തിൽ പരസ്പര സഹായ സംഘങ്ങളായതിന്റെ കലർപ്പില്ലാത്ത ചിത്രം കിട്ടിയത്. BMW മാത്രമല്ല, പോർഷെ, ഫോക്സ്വാഗൺ തുടങ്ങിയ കമ്പനികളും ഹിറ്റ്ലർക്ക് സാമ്പത്തിക സഹായം നൽകാൻ മത്സരിച്ചവരായിരുന്നു. BMW ഉടമസ്ഥരായ ഗുന്തർ ക്വാണ്ടും മകൻ ഗർബർ ക്വാണ്ടും നാസി പാർട്ടിയിൽ അംഗങ്ങളായിരുന്നു. ഹെർബർട്ടിന്റെ മക്കളായ സ്റ്റെഫാനും സൂസനുമാണ് ഇന്ന് BMW നയിക്കുന്നത്. ഗുന്തർ ക്വാണ്ടിന്റെ രണ്ടാമത്തെ ഭാര്യ മഗ്ദ ഫ്രിഡ്ലാൻഡർ പിന്നീട് നാസി പ്രചരണ മന്ത്രി ജോസഫ് ഗീബൽസിനെ വിവാഹം കഴിച്ചു. 1945 ഹിറ്റ്ലറുടെ പതനശേഷം ഇരുവരും അവരുടെ 6 മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നാസികളുമായി സഹകരിച്ചതിന്റെ പേരിൽ ഗുന്തർ ക്വാണ്ട് വിചാരണ ചെയ്യപ്പെട്ടെങ്കിലും ഗീബൽസിന്റെയും രണ്ടാം ഭാര്യയുടെയും ഭീഷണി മൂലം ചെയ്തതാണെന്ന കുറ്റം ഏറ്റുപറഞ്ഞ് രക്ഷപ്പെട്ടു. ഫെർഡിനൻഡ് പോർഷെയുടെ മകൻ ഫെറി പോർഷെ ഹിറ്റ്ലറുടെ അർദ്ധസൈനിക ഗ്രൂപ്പിലെ അംഗമായിരുന്നു. ഫെറിയാണ് പോർഷെയുടെ ആദ്യത്തെ സ്പോർട്സ് കാർ ഡിസൈൻ ചെയ്തത്. ഇരുമ്പുരുക്ക്, കൽക്കരി മേഖലകളിലെ കോർപ്പറേറ്റ് ഭീമനായിരുന്ന ഫ്രെഡറിക് ഫ്ലിക്ക് ജൂതന്മാരായ യുദ്ധത്തടവുകാരെ നിർബന്ധിത അടിമവേലയ്ക്ക് ഉപയോഗിച്ചതിനും ജൂതന്മാരുടെ ഫാക്ടറി കൊള്ളയടിച്ചതിനും ഹിറ്റ്ലറുടെ മരണശേഷം നടന്ന നൂറംബർഗ് വിചാരണയിലൂടെ ശിക്ഷിക്കപ്പെട്ടു. 1960 ഫ്ലിക്ക് ജയിൽ മോചിതനായ ശേഷം മെഴ്സിഡസ് ബെൻസിന്റെ ആദ്യ രൂപമായ ഡെയിംലർ ബെൻസ് സ്വന്തമാക്കി. ലോക കോർപ്പറേറ്റ് ഭീമന്മാരുടെ ലജ്ജാകരമായ ഭൂതകാലം മനസ്സിലാക്കിയവർക്ക് അത്ഭുതമാവില്ല ഇന്ത്യക്കാരായ അദാനിയുടെയും അംബാനിയുടെയും വളർച്ച. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അദാനി കുലുങ്ങാത്തതിന് പിന്നിലും മറ്റൊരു കാരണമല്ല. ഇനി മോദിയുടെ പതനം മുൻകൂട്ടി കണ്ട് അവർ കളം മാറുകയോ മാറാതിരിക്കുകയോ ചെയ്താലും ഒരു നൂറൻബർഗ് വിചാരണയും ഇന്ത്യൻ കോർപ്പറേറ്റുകളെ ഇവിടെ കാത്തിരിക്കുന്നില്ല. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.